മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനെ നോക്കാനായിട്ട് വൈദ്യൻ കമലേശ്വരത്ത് എത്താണ്. തുടർന്ന് ദുർഗയോടായിട്ട് വൈദ്യൻ പറയുന്നുണ്ട്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് രോഗികളെ കാണാനായിട്ട് ഞാൻ നേരിട്ട് പോവാറുണ്ട്. അങ്ങനെ വന്നതാണെന്ന് പറയുമ്പോൾ അത് വളരെ നല്ല കാര്യമാണെന്നും കണ്ണന് അപകടം ഉണ്ടായ സമയത്ത് ഒരുപാട് ആയുർവേദ വിദഗ്ധർ ഇവിടെ വന്നിരുന്നുവെന്നും ആ മുറിയിൽ മൊത്തം ആയുർവേദ മരുന്നിന്റെ മണമായിരുന്നു എന്നും ദുർഗ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് പഴക്കം ചെന്ന കേസാണ്, അതുകൊണ്ട് തന്നെ ചികിത്സ വിഫലമായതുമാണ്. പക്ഷെ എനിക്ക് നേരിയ പ്രതീക്ഷയുണ്ട്, അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എന്ന് വൈദ്യൻ പറയുന്നത് കേട്ട് നിരാശരാവുന്നുണ്ട് കേട്ടോ ദുർഗയും മഞ്ജുവും. അവരുടെ മുഖത്തെ ഈ ഭാവമാറ്റം ശ്രദ്ധിക്കുന്ന വൈദ്യനാണെങ്കിൽ അത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലെ ആ ദുഃഖം മറച്ചു വെച്ചുകൊണ്ട് അതേ മോനൊന്ന് എഴുന്നേറ്റ് നടന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം അഭിനയിക്കുകയാണ് കേട്ടോ ദുർഗയും മഞ്ജുവും കൂടിയിട്ട്. തുടർന്ന് കണ്ണേട്ടൻ മുറിയിൽ തന്നെ ഇല്ലേ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, അവൻ മുറിയിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ആഞ്ഞു പരിശ്രമിക്കാം അയാളെ എഴുന്നേറ്റ് നടക്കാനെന്നും വൈദ്യൻ പറയുന്നുണ്ട്. തുടർന്ന് അയാളെ നമുക്ക് ഇങ്ങോട്ട് വരുത്തണ്ട, നമുക്ക് മുറിയിൽ പോയി അയാളെ കാണാമെന്ന് പറയുന്നുണ്ട് കേട്ടോ വൈദ്യൻ. അങ്ങനെ മഹി വൈദ്യനെയും കൂട്ടി കണ്ണന്റെ മുറിയിലേക്ക് പോവാണ്. അവര് പോയതിനു ശേഷം ഇവളെന്തിന് ഇയാളെയും കൂട്ടി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദുർഗ വെപ്രാളപ്പെടുമ്പോ എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. അയാളിനി എന്തെങ്കിലും അലമ്പുണ്ടാക്കുവോ എന്നും ദുർഗ ചോദിക്കുമ്പോൾ അതിനുവേണ്ടി തന്നെയായിരിക്കും അവര് അയാളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. ഇത് കേൾക്കുന്ന ദുർഗയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വാമേട്ടനെ വിവരം അറിയിക്കണം. ഇത്തിരി പൈസ കൊടുത്തിട്ടാണെങ്കിലും ഇയാളെ നമ്മുടെ കൂടെ നിർത്തിയില്ലെങ്കിൽ അബദ്ധാണെന്ന്, ശരിയാവില്ല എന്നെല്ലാം ദുർഗ പറയുന്നത് കേൾക്കുമ്പോൾ അബദ്ധമൊന്നും കാണിക്കല്ലേ അമ്മേ, ഇയാളെ കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ പൈസ മേടിക്കുന്ന ആളല്ല എന്ന് മഞ്ജുവും പറയുന്നുണ്ട്. ഇത് കേട്ട് ആകെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ ദുർഗ. ശേഷം വൈദ്യനെ കാണുന്നതും കണ്ണൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് വൈദ്യൻ കണ്ണനോട് പറയുന്നുണ്ട് തന്റെ വീടൊക്കെ ഒന്ന് കണ്ടിരിക്കാമെന്ന് കരുതി, മാത്രമല്ല താൻ ഈ നാട്ടിലെ വലിയൊരു കോടീശ്വരനല്ലേ എന്നെല്ലാം വൈദ്യൻ പറയുമ്പോ അങ്ങനെ പണത്തിന്റെ പുറകെ പോകുന്ന ആളല്ലല്ലോ സാറ് എന്ന് കണ്ണനും തിരിച്ചു പറയുമ്പോ എങ്കിലും സ്വന്തം പോരായ്മകളെല്ലാം അതിജീവിച്ച് താൻ ബിസിനസ്സിൽ വിജയിച്ചില്ലേ, ജീവിതത്തിലും അങ്ങനെയുള്ളവരുടെ വീടുകൾ സന്ദർശിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈദ്യൻ. തുടർന്ന് വൈദ്യൻ കണ്ണന്റെ പൾസ് പരിശോധിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ എങ്ങനെയുണ്ടാവാനാ സാറ്, ഇയാൾക്ക് വേണ്ടി ഞാൻ എല്ലാത്തിനും നിന്നു കൊടുക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് രണ്ടാമത് മരുന്ന് കുടിച്ചപ്പോൾ ഉണ്ടായ അസ്വസ്ഥതകളെ കുറിച്ചെല്ലാം കണ്ണൻ വിശദമായിട്ട് തന്നെ വൈദ്യനോട് പറയുന്നുണ്ട്. ഒരു നെഞ്ചരിച്ചിലും വയറ് കത്തുന്നത് പോലെയൊക്കെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ആ മരുന്നൊന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈദ്യൻ മഹിയോടായിട്ട്. അങ്ങനെ മഹി കണ്ണൻ കഴിച്ച ആ മരുന്നെടുത്ത് ഡോക്ടർക്ക് കൊടുക്കുന്നുണ്ട്. തുടർന്ന് അത് മണത്തു നോക്കുന്നുണ്ട് കേട്ടോ ഡോക്ടർ. എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും ഇനി ഈ മരുന്ന് കഴിക്കണ്ട, എനിക്കിതൊന്ന് കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യണം, അതിനുശേഷം ഞാൻ വിവരങ്ങൾ തരാമെന്നും വൈദ്യൻ പറയുന്നത് കേട്ട് കണ്ണനും മഹിയും ശരിക്കും വല്ലാതാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ ഏതെല്ലാം രീതിയിൽ റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ലതായിട്ട് അറിയാം. ഈ മരുന്ന് രോഗം മാറാൻ വേണ്ടി ഞാൻ തന്നതല്ല, ആദ്യം താൻ മരുന്ന് കഴിച്ചപ്പോ ഒരു അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിച്ചല്ലോ, അതുകൊണ്ട് ശരീരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മരുന്ന് മഹിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത്. ഇത് ശരീരത്തെയും ഞരമ്പുകളെയും ഉത്തേജിപ്പിക്കാനുള്ള ഒരു മരുന്നാണെന്നും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബോഡിക്ക് കുറെ കൂടി സ്ട്രെങ്ത് ഉണ്ടാവുമെന്നും വൈദ്യൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഈ മരുന്ന് കഴിച്ചതിന് ശേഷം താൻ കൂടുതൽ ദുർബലനായിരിക്കുന്നു. ഒരിക്കലും ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. മഹാലക്ഷ്മി അല്ലാതെ തനിക്ക് മറ്റാരെങ്കിലും ഈ മരുന്ന് തരാറുണ്ടോ എന്ന് വൈദ്യൻ കണ്ണനോട് ചോദിക്കുമ്പോ മഹി തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എന്ന് കണ്ണനും സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന വൈദ്യൻ ഇവിടെ ചില അട്ടിമറികളൊക്കെ നടക്കുന്നുണ്ട്, അത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ മരുന്ന് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. എന്റെ സംശയം ശരിയാണെങ്കിൽ ഇതിനു മുൻപും കണ്ണന്റെ ശരീരത്തിൽ ശരിയായ അളവിൽ മരുന്ന് ചെന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. മരുന്നിൽ ആരെങ്കിലും എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് താൻ ഇംപ്രൂവ് ആയതിന്റെ കാരണം എന്നും വൈദ്യൻ പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട് മഹിയോടായിട്ട്. പക്ഷെ എനിക്കിതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന് കണ്ണൻ പറയുമ്പോ പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഈ പോലീസ് ഓഫീസർമാരെ പോലെ തന്നെയാണ് ഡോക്ടർമാരും. ഒരു മരുന്ന് രോഗിയെ ശരിയായ രീതിയിൽ സ്വാധീനിച്ചില്ലെങ്കിൽ അവർ സംശയത്തിലേക്ക് പോകും. രോഗിയോട് ആത്മാർത്ഥതയുള്ള ഒരു ഡോക്ടറാണെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് അവർ അന്വേഷിക്കും, എന്തുകൊണ്ടാണ് എന്റെ മരുന്ന് രോഗിയിൽ ഫലിക്കാത്തതെന്ന്. അതിലൂടെയാണ് ഞാനും ഇപ്പൊ സഞ്ചരിക്കുന്നത്. എനിക്കറിയണം എന്റെ മരുന്നിന് എന്താ സംഭവിച്ചത് എന്നും പറയുന്നുണ്ട് കേട്ടോ വൈദ്യൻ. അതിനി ഏതറ്റം വരെയും പോകാനും ഞാൻ തയ്യാറാണ്. അവിടെ ചിലപ്പോ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചില മറുപടികൾ നമുക്ക്
നിങ്ങൾക്കും കിട്ടിയെന്നിരിക്കും എന്നും വൈദ്യൻ പറയുമ്പോ ആയിക്കോട്ടെ സാറേ, ഏതായാലും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങി കഴിഞ്ഞു. ഇനി സാറും മഹിയും പറയുന്നത് കേൾക്കാൻ തന്നെയാണ് എന്റെ തീരുമാനമെന്ന് കണ്ണനും പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോകാനൊക്കെ മഹി വൈദ്യനോട് നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഇയാളുടെ വിരലുകളെങ്കിലും ചലിപ്പിച്ചു കിട്ടണം എന്നല്ലേ മോളുടെ ആഗ്രഹം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മോളുടെ കൈകൊണ്ട് വെച്ച് വിളമ്പി ആഹാരം കഴിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നും പോകൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈദ്യൻ. ഇതേ സമയം ദുർഗയും മഞ്ജുവൊക്കെയാണെങ്കിൽ ശരിക്കും ഭയപ്പെട്ട് നിൽക്കുകയാണ്. ഇതേ സമയം കരുണ അവരോടായിട്ട് പറയുന്നുണ്ട് അവൾ അയാളെ മനഃപൂർവ്വം കൂട്ടിക്കൊണ്ട് വന്നതാണ്, അവൾക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈദ്യനും കണ്ണനും മഹിയും കൂടി അങ്ങോട്ടേക്ക് വരുമ്പോ വൈദ്യനോട് ഇരിക്കാനൊക്കെ സന്തോഷം അഭിനയിച്ചുകൊണ്ട് ദുർഗ പറയുമ്പോ വേണ്ട ഞാൻ ഇറങ്ങാൻ പോവാന്ന് പറയുന്നുണ്ട് കേട്ടോ വൈദ്യൻ. തുടർന്ന് കണ്ണന്റെ കുട്ടിക്കാലത്തൊക്കെ കണ്ണനെ നോക്കിയത് അമ്മയാണല്ലേ എന്ന് വൈദ്യൻ ചോദിക്കുമ്പോ ഞാൻ എന്റെ മോനെ പോലെ നോക്കിയത് എന്നെല്ലാം വൈദ്യന്റെ മുഖത്ത് നോക്കി പച്ചക്കള്ളം തട്ടിവിടുകയാണ് കേട്ടോ ദുർഗ. തുടർന്ന് അലോപ്പതി മരുന്നിന് ശേഷം എപ്പോഴാണ് ആയുർവേദ ചികിത്സയിലേക്ക് കടന്നത് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല കേട്ടോ ദുർഗയ്ക്ക്. ഇതേ സമയം കണ്ണൻ പറയുന്നുണ്ട് ആക്സിഡന്റിന് ശേഷം 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ആയുർവേദ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് കണ്ണൻ പറയുമ്പോ പെട്ടെന്ന് തന്നെ അതേ എന്ന് ശരിവെക്കുന്നുണ്ട് ദുർഗയും. ഇത് കേൾക്കുന്ന വൈദ്യൻ അമ്മയ്ക്ക് അതൊന്നും ഓർമ്മയില്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് ആയുർവേദ മരുന്നുകളെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തത് കണ്ണന്റെ അമ്മയാണോ എന്നും വൈദ്യൻ ചോദിക്കുമ്പോ അതെ, കൂട്ടിന് എന്റെ ഏട്ടനും ഉണ്ടായിരുന്നു കണ്ണന്റെ അമ്മാവൻ എന്ന് ദുർഗ മറുപടി കൊടുക്കുകയാണ് വൈദ്യന്. ഈ പറയുന്ന ചേട്ടൻ എന്ത് ചെയ്യുന്നു എന്ന് വൈദ്യൻ വീണ്ടും ചോദിക്കുമ്പോ കണ്ണൻ പറയുന്നുണ്ട് അമ്മാവൻ കമ്പനിയിലെ സൂപ്പർവൈസർ ആണെന്നും അച്ഛനുള്ള കാലം മുതൽക്കേ അമ്മാവൻ കമ്പനിയിലുണ്ട് എന്നും വൈദ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം അന്ന് ഏത് ആയുർവേദ ഹോസ്പിറ്റലിലാണ് പോയത് എന്നും വൈദ്യൻ ചോദിക്കുമ്പോ ദുർഗയ്ക്ക് അതൊന്നും പറയാനായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പൊ ഇതേ സമയം കണ്ണൻ പറയുന്നുണ്ട് അയ്യർ സാർ എന്ന് പറയുന്ന ഒരു ഡോക്ടറെയാണ് കാണിച്ചിരുന്നത് എന്നും അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നും പറയുമ്പോ അത് കേട്ട് അത്ഭുതത്തോടെ അയ്യർ സാർ ആണോ, അദ്ദേഹം പാറശാലയിലല്ലേ എന്നെല്ലാം വൈദ്യൻ ചോദിക്കുമ്പോ അത് ശരിവെച്ചുകൊണ്ട് കണ്ണൻ പറയുന്നുണ്ട് ഞാൻ അയ്യർ സാറിനെ കുറിച്ച് വൈദ്യരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്നെ ഓർമ്മ എന്ന് പറയുമ്പോ പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും നാട്ടുമരുന്നും ആയുർവേദ മരുന്നുകളും മാത്രമേ നോക്കിയിരുന്നുള്ളൂ എന്നുള്ള കാര്യമേ അത്രേ പറഞ്ഞിരുന്നുള്ളൂ, ഡോക്ടർ ആരാണെന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈദ്യൻ. തുടർന്ന് അയ്യർ സാറിനെ പോലെ ഒരാൾ ചികിത്സിച്ചിട്ടും രോഗം ഭേദമാവാത്ത സ്ഥിതിക്ക് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് വൈദ്യൻ പറയുന്നത് കേട്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ കണ്ണൻ. മഹിയും ഇത് കേട്ട് ശരിക്കും വല്ലാതാവുന്നുണ്ട്. പക്ഷെ ദുർഗയും മഞ്ജുവും കരുണയെല്ലാം വൈദ്യന്റെ വാക്കുകൾ കേട്ട് ഗൂഢമായിട്ട് ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഞാൻ മോൾക്ക് വാക്ക് തന്നില്ലേ, അതുകൊണ്ട് തന്നെ എന്റെ കഴിവുകൾ മുഴുവനായിട്ടും ഈ കേസിൽ പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് എന്റെ തീരുമാനം എന്ന് വൈദ്യൻ പറയുന്നത് കേട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ മഹിക്ക്. ശേഷം ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് എത്ര വർഷം നടത്തി എന്നും വൈദ്യൻ ചോദിക്കുമ്പോൾ 2-3 വർഷം മുന്നോട്ട് പോയി. അതിനുശേഷം മോൻ തന്നെയാണ് എല്ലാം നിർത്തിക്കോളാൻ പറഞ്ഞത് എന്നും ദുർഗ വൈദ്യനോടായിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വൈദ്യൻ ഈ 3 വർഷം എന്ന് പറയുന്നത് വലിയ കൂടിയൊരു കാലയളവാണെന്നും അത്രയും കാലം മരുന്ന് കഴിച്ചിട്ടും കണ്ണന്റെ വിരലൊന്നും അനക്കാൻ പോലും സാധിച്ചില്ല എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ദുർഗ. തുടർന്ന് കണ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഒരു നിരാശയിലാണ് ഈ മരുന്ന് പോലും കഴിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. അലോപ്പതിക്ക് ശേഷം ഹോമിയോപ്പതി നോക്കിയെന്നും അവസാനമാണ് ആയുർവേദ ട്രീറ്റ്മെന്റുകൾ നടത്തിയത് എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് അയ്യർ സാറിന്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് പോയ സമയത്ത് അവിടെ കിടത്തി ചികിത്സ നടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പൊ അവിടെ കൂട്ടുകിടന്നത് ആരാണെന്ന് വൈദ്യൻ ചോദിക്കുമ്പോ ഞാനും എന്റെ ഏട്ടനും തന്നെയാണെന്ന് അഭിമാനത്തോടു കൂടി മറുപടി കൊടുക്കുകയാണ് ദുർഗ ചെയ്യുന്നത്. അയ്യർ സാർ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ രോഗിയെ എവിടേക്ക് കൊണ്ടുപോകണ്ട എന്ന് പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു. ഞാനും അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനാണ്. പക്ഷെ അദ്ദേഹം പഠിപ്പിച്ചിട്ടൊന്നുമില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ തേടി പലപ്പോഴും പോകാറുണ്ടായിരുന്നു എന്ന് വൈദ്യൻ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ചില കാര്യങ്ങൾ മോളെ കൂടി പറഞ്ഞു മനസ്സിലാക്കാനുണ്ട്, അതുകൊണ്ട് മഹാലക്ഷ്മിയും എന്നോടൊപ്പം വരട്ടെ എന്ന് പറഞ്ഞിട്ട് വൈദ്യൻ മഹിയെയും കൂട്ടി പോവാണ് കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ ഈ വീട്ടിലേക്ക് വന്നതൊന്നും കണ്ണന്റെ രണ്ടാനമ്മയ്ക്കും അനിയത്തിക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കണ്ണന്റെ ട്രീറ്റ്മെന്റ് ഏറ്റെടുത്തതും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും വൈദ്യൻ മഹിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. കണ്ണന്റെ അനിയന്റെ ഭാര്യയ്ക്കും അങ്ങനെ തന്നെയാണെന്നും വൈദ്യൻ പറയുമ്പോ കണ്ണേട്ടന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വൈദ്യനോട് പറഞ്ഞിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ശേഷം ദുർഗ കണ്ണനോട് പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ കണ്ണ, അയാൾ കുറച്ച് പൈസ അടിച്ചു മാറ്റും, അല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാൾ പൈസ അടിച്ചു മാറ്റുന്ന ആളാണെന്ന് വൈദ്യനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ കരുണയും. അങ്ങനെ വൈദ്യനെ കുറിച്ച് ദുർഗയും കരുണയും പറയുന്നത് കേട്ട് കണ്ണന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മരുന്നിന്റെ പൈസയല്ലാതെ അദ്ദേഹം ഒരു പൈസ കൂടുതൽ വാങ്ങുന്നില്ല എന്ന് പറയുമ്പോ 10 രൂപയുടെ മരുന്നിന് 50 രൂപയായിരിക്കും എഴുതാൻ പോകുന്നത്, അങ്ങനെയാണ് അവര് ലാഭം ഉണ്ടാക്കുന്നത് എന്നെല്ലാം ദുർഗ പറയുമ്പോ എന്തായാലും എന്റെ ചികിത്സയ്ക്ക് കുറെ പണം മുടക്കിയതല്ലേ, ഇനി ബാക്കിയുള്ളതും പോയിക്കോട്ടെ, അത്
മുടക്കാനുള്ള കഴിവൊക്കെ തൽക്കാലം എനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് വൈദ്യനാണെങ്കിൽ ദുർഗയെ കുറിച്ച് ചില മുന്നറിയിപ്പുകളൊക്കെ മഹിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മഹിം അത് അറിയാവുന്ന രീതിയിൽ തന്നെ വൈദ്യനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മഹിയും വൈദ്യനും പോയി എന്ന് മനസ്സിലാക്കുന്ന ദുർഗയാണെങ്കിൽ ഇവളൊരു ശല്യമായി തീർന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതെ ഇനി ഇവള് വൈദ്യനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുമോ എന്ന് അറിയില്ല എന്ന് മഞ്ജുവും പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഇനി മരുന്നെങ്ങാനും വൈദ്യൻ നോക്കി കാണുമോ എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ എന്തായാലും വൈദ്യന് അവന്റെ മുറിയിലൊക്കെ പോയതല്ലേ, മാത്രമല്ല അവളുടെ കയ്യിൽ ഒരു കവറും കണ്ടിരുന്നു, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരും ഭയപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത്. മരുന്നിന് ഫലം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മരുന്നിൽ മറ്റൊരു പൊടി കലർത്തിയ വിവരം വൈദ്യനെങ്ങാനും കണ്ടുപിടിച്ചാൽ ശരിയായ ട്രീറ്റ്മെന്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ണേട്ടന് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് മഞ്ജു പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ ദുർഗയും കരുണയും. അവസാനം അവൾ അയാളെ എഴുന്നേൽപ്പിച്ച് നടത്തുമോ എന്ന് കരുണ ചോദിക്കുമ്പോൾ എന്തായാലും അതിലേക്കൊന്നും കാര്യങ്ങൾ എത്താതെ നമ്മൾ നോക്കണം എന്ന് ദുർഗ പറയുമ്പോൾ അങ്ങനെയെങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ അവളായിരിക്കും ജയിക്കുന്നത്. ഇപ്പൊ തന്നെ എല്ലാത്തിന്റെയും അധികാരം അവളുടെ കയ്യിലാണ്. അതിന്റെ കൂടെ ഇനി അയാളെങ്ങനെ എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ കൂടി ചത്തു കളയുന്നത് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് കലുതുള്ളി അവിടെ നിന്നും പോവാണ് കേട്ടോ കരുണ. പിന്നീട് കാണിക്കുന്നത് വൈദ്യനാണെങ്കിൽ കണ്ണനെ അസ്വസ്ഥതയുണ്ടാക്കിയ ആ മരുന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്നിട്ട് മഹിയോടായിട്ട് ആ വീട് ശരിയല്ലല്ലോ മോളെ എന്ന് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ മഹി. എന്താ സാറിന് മഹി ചോദിക്കുമ്പോൾ മരുന്നിൽ ഞാൻ സംശയിച്ചതുപോലെ മറ്റു ചില ചേരുവകൾ ചേർന്നിട്ടുണ്ട് എന്ന് വൈദ്യൻ പറയുന്നത് കേട്ട് വീണ്ടും ഞെട്ടിത്തരിക്കുകയാണ് മഹി. ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച് നടത്തണം എന്നാഗ്രഹിക്കുന്ന ഒരു ഭാര്യയും അങ്ങനെ ചെയ്യില്ല, പ്രത്യേകിച്ച് മോളെ പോലെ ഒരു പെൺകുട്ടി. സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടാണ് കണ്ണനെ രണ്ടാനമ്മയും അയാളുടെ സഹോദരങ്ങളും എല്ലാം സ്നേഹിക്കുന്നതെന്ന് മോള് തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ കണ്ണനെ പോലെ ഒരാളെ മോള് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവരുടെ ആഗ്രഹങ്ങൾക്കെല്ലാം മങ്ങലേറ്റു. അപ്പോ അവർ തീർത്തും നിരാശരായി. ആ നിരാശയാണ് അവരെ കൊണ്ട് മറ്റു പലതും ചെയ്യിപ്പിക്കുന്നത് എന്നും വൈദ്യൻ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. തുടർന്ന് എന്തായാലും കണ്ണനെ ഇവിടെ കിടത്തി ചികിത്സിക്കേണ്ടി വരുമെന്നും മാത്രമല്ല അന്നെല്ലാം ആയുർവേദവും അലോപ്പതിയും ഹോമിയോ എല്ലാം നോക്കിയിട്ടും അതൊന്നും കണ്ണന്റെ ശരീരത്തിൽ ഫലിക്കാതിരുന്നത് ഈ പറഞ്ഞവരുടെ കുടിലത കൊണ്ടാണെന്നും വൈദ്യൻ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. എങ്കിൽ കണ്ണേട്ടന് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുമായിരുന്നോ എന്നാണോ സാറ് പറയുന്നത് എന്ന് മഹി ചോദിക്കുമ്പോൾ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷെ ഞാൻ തന്ന മരുന്ന് അതേപടിയല്ല കണ്ണന്റെ ശരീരത്തിൽ ചെന്നിട്ടുള്ളത് എന്നത് തീർത്ത് പറയുന്നുണ്ട് കേട്ടോ വൈദ്യൻ. മാത്രമല്ല അതിനോടൊപ്പം ചില രാസവസ്തുക്കളും ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മരുന്ന് കഴിച്ചതിന് ശേഷം കണ്ണന് നെഞ്ചിരിച്ചിലും വയറ്റിന് അസ്വസ്ഥതകളും ഉണ്ടായത് എന്നും വൈദ്യൻ പറയുന്നുണ്ട്. ഞാൻ ആദ്യം മരുന്ന് തന്നു വിട്ടപ്പോ അത് കഴിച്ചതിന് ശേഷം കണ്ണന് ഛർദിയും തളർച്ചയൊക്കെ ഉണ്ടായ കാര്യം കുട്ടിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഒരിക്കലും ആ മരുന്ന് കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവേണ്ടതല്ല എന്നും വൈദ്യൻ പറയുന്നത് കേട്ട് ഞെട്ടുന്ന മഹിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്